ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് സി ലാംഗ്വേജ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ സി എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് അറ്റ് AT Andes Bell Laboratories ഓഫ് USA ഇൻ 1972. ഓക്കെ, ഇനി ഇത് ഡെവലപ്പ് ചെയ്തത് ഡെന്നിസ് ട്രിച്ചി എന്ന് പറയുന്നൊരു പേഴ്സൺ ആണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള BCPL എന്ന് പറയുന്ന രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഫീച്ചേഴ്സ് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സി ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പവർഫുൾ ലാംഗ്വേജ് ആൻഡ് പല ആപ്ലിക്കേഷൻസും നമ്മൾ സിക്കകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കുന്നത് സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ദെൻ അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററിയെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണിത്. ഇനി നമുക്ക് സി ഡീറ്റെയിൽഡ് ആയിട്ട് സിക്കകത്തുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അതിനകത്തുള്ള ആൽഫബറ്റ്സ് പഠിക്കും. ദെൻ ഈ ആൽഫബറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആക്കും. പിന്നെ അതിനെ പഠിക്കും. ദെൻ അത് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കും. ദെൻ ആ സെൻറ്റൻസസ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ പാരഗ്രാഫ് വൈസായിട്ട് പോകുന്നത്. സിമിലർലി നമ്മൾ സി ലാംഗ്വേജ് പഠിക്കുന്നതും ഈ ഒരു ഫോമാറ്റിൽ തന്നെയാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് സിക്കകത്തുള്ള ക്യാരക്ടർ സെറ്റാണ്. ദെൻ ഈ ക്യാരക്ടർ സെറ്റ് വെച്ചിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ടേംസ് നമ്മൾ പഠിക്കും. അതിനാണ് നമ്മൾ സി ടോക്കൺസ് എന്ന് പറയുന്നത്. ടോക്കൺസിന് എക്സാമ്പിൾസാണ് കോൺസ്റ്റൻസ്, വേരിയബിൾസ്, കീവേഡ്സ് എല്ലാം. ദെൻ ഈ ടോക്കൺസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സിക്കകത്ത് എഴുതുന്നത്, അതായത് സി പ്രോഗ്രാമിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് മൊത്തത്തിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു പ്രോഗ്രാം ആവുന്നത്. അപ്പം ഈ ഒരു ഓർഡറിലാണ് നമ്മൾ സി ലാംഗ്വേജും പഠിക്കുന്നത്. നമുക്ക് ഇതിനകത്തുള്ള ഓരോന്നും എന്തുവെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കകത്ത് യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റ് മെയിൻലി ഡിജിറ്റ്സ്, ആൽഫബറ്റ്സ് ആൻഡ് സ്പെഷ്യൽ സിമ്പിൾസ്. അപ്പം നമുക്ക് ആൽഫബറ്റ്സ് എന്തെന്നുള്ളത് നോക്കാം. ക്യാപിറ്റൽ എ മുതൽ ക്യാപിറ്റൽ ഇസഡ് വരെയുള്ള ഏത് ആൽഫബറ്റ്സിനെയും നമുക്ക് സിക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സിമിലർലി സ്മോൾ എ മുതൽ സ്മോൾ ഇസഡ് വരെയുള്ള ഏത് ആൽഫബറ്റ്സിനെയും. അതുമാതിരി തന്നെ ഡിജിറ്റ്സ് എന്ന് പറയുമ്പം 0 to 9 വരെയുള്ള ഏത് ഡിജിറ്റ്സിനെയും നമുക്ക് സിക്കകത്ത് യൂസ് ചെയ്യാം. പ്ലസ് അതിൻ്റെ കോമ്പിനേഷന് വരുന്ന ഏത് ഡിജിറ്റ്സും. സിമിലർലി സ്പെഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ഈ കൊടുത്തേക്കുന്ന സ്പെഷ്യൽ സിമ്പിൾസ്, അതായത് @, പെർസെൻറ്റേജ്, കേളി ബ്രാക്കറ്റ്സ്, ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്, കോളൻ, സെമി കോളൻ, അങ്ങനെയുള്ള എല്ലാ സ്പെഷ്യൽ സിമ്പിൾസിനെയും നമുക്ക് സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ സിക്കകത്ത് നമുക്ക് വൈറ്റ് സ്പേസസ് യൂസ് ചെയ്യാൻ പറ്റും. വൈറ്റ് സ്പേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ കീ, ടാബ് കീ, അതിനൊക്കെയാണ് വൈറ്റ് സ്പേസസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാരക്ടർ സെറ്റ്. ഇനി ഈ ക്യാരക്ടർ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സിയുടെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഫോമിലോട്ട് മാറ്റുന്നത്, വിച്ച് ഈസ് കോൾഡ് സി ടോക്കൺസ്. സോ സി ടോക്കൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റാണ്, അല്ലെങ്കിൽ സ്മോളസ്റ്റ് എലമെൻറ്റിനെയാണ് നമ്മൾ സി ടോക്കൺസ് എന്ന് പറയുന്നത്. അപ്പം ഈ ടോക്കൺസ് ആണ് ആക്ച്വലി സി കമ്പൈലേഴ്സിൻ്റെ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ട് വരുന്ന ടേം. സോ വി ക്യാൻ സേ ടോക്കൺസ് ആർ ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് എ പ്രോഗ്രാം വിച്ച് ആർ മീനിങ് ഫുൾ ടു ദ കമ്പൈലർ. ദെൻ ടോക്കൺസിനെ മെയിൻലി 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഐഡൻറ്റിഫയേഴ്സ് ആണ്. സോ ഐഡൻറ്റിഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാക്ക് പറയുന്നത് കണക്ക് തന്നെ വിച്ച് ഇസ് യൂസ് ടു ഐഡൻറ്റിഫൈ സംതിങ്. അതായത് നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള ഓരോ പോർഷൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ കൊടുക്കുന്ന പേരിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. So identifiers are names that are given to various program elements such as variables, functions and arrays. ഓക്കെ, അപ്പം യൂസർ കൊടുക്കുന്ന പേരാണെങ്കിൽ പോലും നമുക്ക് യൂസറിന് അവരോട് ഇഷ്ടത്തിന് പേര് കൊടുക്കാൻ പറ്റില്ല. സിക്കകത്ത് തന്നെ അതിന് ഒരു റൂൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റൂൾ അനുസരിച്ച് മാത്രമേ പേര് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ റൂൾ എന്താണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. റൂൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ഐഡൻറ്റിഫയേഴ്സ്.
ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡൻറ്റിഫയറിൻ്റെ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ആയിരിക്കും. അണ്ടർസ്കോർ എന്ന് പറയുന്നത് സ്പെഷ്യൽ സിമ്പൽ. അത് കഴിഞ്ഞിട്ട് ആൽഫബറ്റ്സോ ഡിജിറ്റ്സോ അണ്ടർസ്കോറോ വരാം. സോ അത് തന്നെ ഫസ്റ്റ് റൂൾ. ദ ഫസ്റ്റ് ക്യാരക്ടർ ഇൻ ആൻ ഐഡൻറ്റിഫയർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ഓർ ആൻ അണ്ടർസ്കോർ ആൻഡ് can be followed only by any number of alphabets or digits or underscores. അതായത് അവിടെ only എന്ന് പറയാൻ കാര്യം ഈ പറയുന്ന കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും വേറൊരു സ്പെഷ്യൽ സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അണ്ടർസ്കോർ മാത്രമേ നമുക്ക് സ്പെഷ്യൽ സിമ്പിളായിട്ട് ഐഡൻറ്റിഫയറിനകത്ത് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ ദേ മസ്റ്റ് നോട്ട് ബിഗിൻ വിത്ത് എ ഡിജിറ്റ്. ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ എപ്പോഴും ഒരു ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് 9A എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ ഇൻവാലിഡ് ആണ്. ഓക്കെ, ഇനി തേർഡ് റൂൾ എന്താണെന്ന് വെച്ചാൽ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ഡിസ്റ്റിൻറ്റ്. അതായത് സി എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വേരിയബിളിനൊരു പേര് കൊടുത്തു, യൂസർ ഒരു പേര് കൊടുത്തു ക്യാപിറ്റൽ എസ് എന്ന്. അപ്പം ത്രൂ ഔട്ട് ദാറ്റ് പ്രോഗ്രാം ആ വേരിയബിളിൻ്റെ പേര് ക്യാപിറ്റൽ എസ് എന്ന് തന്നെ ആയിരിക്കും. ആ വേരിയബിളിനെ എവിടെയെങ്കിലും സ്മോൾ എസ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എറർ കാണിക്കും കമ്പൈലർ. സോ അപ്പർ കേസ് ലെറ്റേഴ്സിനെയും ലോവർ കേസ് ലെറ്റേഴ്സിനെയും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സി എന്ന് പറയുന്ന ലാംഗ്വേജ് കേസ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിഫയറും കേസ് സെൻസിറ്റീവ് ആണ്. ഇനി ഫോർത്ത് റൂൾ എന്ന് വെച്ചാൽ കോമാസോ ബ്ലാങ്ക് സ്പേസസോ ഒന്നും നമുക്ക് ഐഡൻറ്റിഫയറിനകത്ത് അലൗഡ് അല്ല. നെക്സ്റ്റ് ഫിഫ്ത്ത് റൂൾ എന്താണെന്ന് വെച്ചാൽ കീവേഡ്സിനെ നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കീവേഡ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്ന പോർഷനകത്ത് പറയുന്നുണ്ട് കീവേഡ്സ്. സോ കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. ഇനി ആറാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫയറിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 31 ക്യാരക്ടേഴ്സിനെ ആയിരിക്കും. അതായത് അതിൽ കൂടുതലുള്ള ലെങ്ത് ഉണ്ടാവാൻ പാടില്ല. ദെൻ സെവൻത്ത് റൂൾ എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും മീനിങ് ഫുൾ ആയിരിക്കണം, ദെൻ ഷോർട്ട് ആയിരിക്കണം, ദെൻ ക്വിക്ക്ലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം ആൻഡ് ഈസിലി ടൈപ്ഡ് ആൻഡ് റെഡ് ആയിരിക്കണം. ഓക്കെ, ഇനി കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ, സം, ആവറേജ്, അണ്ടർസ്കോർ, എക്സ്, വൈ അണ്ടർസ്കോർ. ദേ ആർ വാലിഡ് ഐഡൻറ്റിഫയേഴ്സ്. ദെൻ ഇൻവാലിഡ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് 1x ബിക്കോസ് 1 എന്ന് പറയുന്ന ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ക്യാരക്ടർ ഇറ്റ്സ് എ റിസർവ്ഡ് വേർഡ് ഓർ കീവേഡ്. ദെൻ x+y, അതിനകത്ത് പ്ലസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത്രയേ ഉള്ളൂ ഐഡൻറ്റിഫയേഴ്സ്. ദെൻ നെക്സ്റ്റ് ടോക്കൺ എന്ന് വെച്ചാൽ കീവേഡ്സ് ആണ്. സോ ഐഡൻറ്റിഫയർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കീവേഡ്സിനെ നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ എന്താണ് കീവേഡ്സ്? കീവേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി കമ്പൈലറിനകത്ത് ഓൾറെഡി അത് എന്താണ് അതിനൊരു പ്രീഡിഫൈൻ മീനിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മീനിങ് അതായത് ആ മീനിങ് ആ ഒരു പെർട്ടിക്കുലർ പേർപ്പസ് എവിടെയാണ് സി കമ്പൈലർ പറയുന്നത് യൂസ് ചെയ്യേണ്ട പെർട്ടിക്കുലർ പേർപ്പസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ വി ക്യാൻ സേ കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് that have standard predefined meaning in C. These are used only for intended purpose. ഞാൻ പറഞ്ഞില്ലേ, അതായത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന വേർഡ്സാണ് കീവേഡ്സ് അല്ലെങ്കിൽ റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയും. അപ്പം അതിൻ്റെ പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സി കമ്പൈലർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നതാണ് അതിൻ്റെ പേർപ്പസ് എന്ന്. അപ്പം പ്രോഗ്രാമറിന് ഒരിക്കലും അത് ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി സിക്കകത്ത് 32 കീവേഡ്സാണുള്ളത്. ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ് 32 കീവേഡ്സ്. ഓട്ടോ, ഡബിൾ, ഇൻറ്റ്, ബ്രേക്ക്, ഫോർ, വോയിഡ് ഇതെല്ലാമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ്. ഇനി നമ്മൾ പ്രോഗ്രാം നോക്കുമ്പോഴേക്കും ഈ കീവേഡ്സ് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ യൂസ് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോക്കൺ എന്ന് വെച്ചാൽ
കോൺസ്റ്റൻസ് ആൻഡ് വേരിയബിൾസ് ആണ്. വേരിയബിൾസ് ഞാൻ ഈ ഒരു പോർഷനിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കോൺസ്റ്റൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേരിയബിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ 3a + b = 20 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ. അതിനകത്ത് 3യും 20യും നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വാല്യൂസാണ് അല്ലേ, കോൺസ്റ്റൻറ്റ് വാല്യൂസാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. അതിനകത്ത് എയും ബി എന്ന് പറയുന്ന വാല്യൂ എന്താകും, ചേഞ്ച് ചെയ്യാം, വേരി ചെയ്ത് വരാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ളതിനാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സിക്കകത്ത് വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സിൻ്റെ നെയിമിംഗ് റൂളും എല്ലാം വേരിയബിൾസിനും വരും. ഓക്കെ, അപ്പം നമുക്കിനി കോൺസ്റ്റൻസ് നോക്കാം. സിയുടെ കോൺസ്റ്റൻസിനകത്ത് ബേസിക് കോൺസ്റ്റൻസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വണ്ണെന്ന് വെച്ചാൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളത് ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും. എക്സാമ്പിൾ 5 എന്ന് പറയുന്ന വാല്യൂ അതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. അല്ലെങ്കിൽ ആ വാല്യൂസിനകത്ത് ഒരിക്കലും ഒരു ഡെസിമൽ വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ പോയിൻ്റോ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന വാല്യൂസിനെയാണ് ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻസ് ദാറ്റ് ആർ ഇൻറ്റിജേഴ്സ്. അപ്പം ആ ഇൻറ്റിജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആവാം. ഇനി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈനൊന്നും സ്പെസിഫൈ ചെയ്തില്ലെന്നുണ്ടെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് ട്രീറ്റ് ചെയ്തോളും. പക്ഷെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ആ ഇൻറ്റിജറിൻ്റെ ഫ്രണ്ടിൽ മൈനസ് സൈൻ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ ഇൻറ്റിജർ കോൺസ്റ്റൻസ് അതാണ്. ദെൻ നെക്സ്റ്റ് കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കകത്ത് സിംഗിൾ ക്ലോഡ്സിനകത്ത് ഒരു സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ് ചെയ്യുന്നതിനെയാണ് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. എ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ സിംഗിൾ കോഡ്സ്. ഓക്കെ, ഈ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മുടെ കമ്പൈലർ ആ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് ഓരോ മെഷീൻ അല്ലെങ്കിൽ ഓരോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറാറുണ്ട്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആസ്കി വാല്യൂസാണ്. ഓക്കെ, മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം മെഷീൻ ഡിപ്പെൻഡ് ചെയ്തിട്ടത് മാറും. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആസ്കി വാല്യൂസാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻറ്റ്. റിയൽ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒരു ഡെസിമൽ പോയിൻ്റ് ഉണ്ടാവും. ആ ഡെസിമൽ പോയിൻറ്റിന് മുൻപും അതിന് ശേഷവും നമ്പർ ഉണ്ടാവും. ഓക്കെ, സോ എ ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് either a decimal point or an exponent അല്ലെങ്കിൽ ബോത്ത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ റിയൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്ലോട്ടിംഗ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ റിയൽ കോൺസ്റ്റൻ്റ് either പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നെഗറ്റീവ് സൈൻ സ്പെസിഫൈ ചെയ്യണം. സപ്പോസ് സൈൻ ഒന്നും സ്പെസിഫൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നാലാമത്തെ കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രിങ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോഡ്സ്. ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഡബിൾ കോഡ്സിനകത്ത് ചിലപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടറിനെ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്താലും അതിനൊരു സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. So we can say string constants are constants which are enclosed within double quotes. Okay, so ഇപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺസ്റ്റൻസ് ഇൻ സി. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പങ്ക്ച്വേറ്റേഴ്സ് ആണ്. അപ്പോൾ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് മീനിങ് തന്നെയാണ്. ദേ ആർ പങ്ക്ച്വേഷൻസ് ഓർ സെപ്പറേറ്റേഴ്സ്. എന്ന് വെച്ചാൽ നമുക്ക് സിക്കകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പങ്ക്ച്വേഷൻസിനെയാണ് നമ്മൾ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ എ പങ്ക്ച്വേറ്റർ ഈസ് എ ടോക്കൺ ദാറ്റ് ഹാസ് syntactic and semantic meaning to the compiler, but the exact significance depends on the context. അപ്പോൾ അതിന് ഓരോന്നിനും മീനിങ് ഉണ്ട്, പക്ഷേ അത് യൂസ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ മീനിങ് മാറി വരും. ഓക്കെ, സോ നമുക്ക് പങ്ക്ച്വേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഡിഫറെൻറ്റ് പങ്ക്ച്വേറ്റേഴ്സ് ആണ്.
കോമ ഉണ്ട്, സെമിക്കോളൻ ഉണ്ട്, ദെൻ ഡിഫറെൻറ്റ് ബ്രേസസ് ഉണ്ട്, ദെൻ സ്പെഷ്യൽ സിമ്പിൾസ് ആയിട്ടുള്ള @ ഹാഷ്, സ്റ്റാർ, ഇതെല്ലാം പങ്ക്ച്വേറ്റേഴ്സ് ആണ്. ഓർ നമുക്കിതിനെ സെപ്പറേറ്റേഴ്സ് എന്നും വിളിക്കാം. ഓക്കെ, സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇത്രേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടോക്കണും കൂടെ പറയാനുണ്ട്. അതപ്പോൾ അത് കുറേ കാര്യങ്ങൾ അതിനകത്ത് ഓപ്പറേറ്റേഴ്സിനകത്ത് തന്നെ വരുന്നത് കൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നില്ല. അപ്പം അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നോക്കാം. താങ്ക് യു.